കണ്ടമാന അവഗണനകളും ഇതൊക്കെ ചതിയൊക്കെ കിട്ടിയിരുന്നു. അതുകൊണ്ടുള്ള ഒരു പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വേറെ നത്തിങ് പേഴ്സണലായിട്ട് ആരുടെ എതിരൊന്നുമില്ല. അതിപ്പോ ചേരൂല എന്തായാലും. ചേരും. ഇലക്ഷൻ നിൽക്കുന്നില്ല കേട്ടോ, ഒരിക്കലില്ല. കൂടുതൽ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് സിബി ചേരുന്നു. സിബി, പത്മജ ഇപ്പോൾ ദില്ലിയിൽ എത്തിയിരിക്കുന്നു. BJP നേതാക്കളെ കണ്ടു എന്നുള്ള വാർത്ത വരുന്നു. JP നദ്ദയെ കണ്ടു എന്ന വാർത്തകൾ വരുന്നു. എന്താണ് അവരിൽ നിന്ന് ഉണ്ടാകുന്ന പ്രതികരണം? ഷമ്മി, എന്തായാലും പത്മജ വേണുഗോപാൽ BJPയിൽ ചേരുന്നു എന്ന് അവരുടെ ഭർത്താവ് തന്നെ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു. രാവിലെ കൈരളി ന്യൂസുമായി അദ്ദേഹത്തെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിൽ നിന്നും വളരെ വലിയ അവഗണന നേരിട്ടു, വളരെ വലിയ ചതിയാണ് കോൺഗ്രസിൽ നിന്നും പത്മജയ്ക്ക് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ അവരുടെ BJP പ്രവേശനത്തെ കുറ്റം പറയാനാകില്ല എന്നുള്ളായിരുന്നു ഈ പത്മജയുടെ ഭർത്താവായ ഡോക്ടർ വേണുഗോപാൽ പ്രതികരിച്ചത്. എന്തായാലും ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്മജ മത്സരിക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ പത്മജ BJPയുടെ ദില്ലിയിലെ ആസ്ഥാനത്ത് ഞാനിപ്പോൾ നിൽക്കുന്നത് പത്മജ ഈ BJPയുടെ ആസ്ഥാനത്താണ്. ഈ ആസ്ഥാനത്തെത്തി പത്മജ BJPയിൽ ചേരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല, അത് കൃത്യമായി സ്ഥിരീകരിച്ചിരിക്കുന്നു. എന്തായാലും കടുത്ത അവഗണന കോൺഗ്രസിൽ നിന്നുണ്ടായി, കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നും ഉണ്ടായി എന്നുള്ളതാണ് പ്രധാനമായും ആരോപിക്കുന്നത്. കഴിഞ്ഞ കുറേ കാലങ്ങളായി കടുത്ത അവഗണന നേരിടുകയായിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു BJPയുടെ ചേക്കറിൽ നിന്ന് തന്നെ ആണ് ഇപ്പോൾ വേണുഗോപാൽ പ്രതികരിച്ചിരിക്കുന്നത്. ഏതായാലും പത്മജ വേണുഗോപാൽ കഴിഞ്ഞ 2-3 ദിവസമായി ദില്ലിയിലുണ്ട്. അവർ ചില ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി വാരണാസിയിലെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം പോയെങ്കിലും ദില്ലിയിൽ ഇന്നലെ ഇവിടെ BJPയുടെ ദേശീയ അധ്യക്ഷനായ JP നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തി. നദ്ദയുമായി കാര്യങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്തു. അങ്ങനെ എന്തായാലും ഈ BJPയിലേക്കുള്ള പ്രവേശനം കൃത്യമായി പത്മജ തീരുമാനിച്ചു തന്നെയാണ് ദില്ലിയിൽ എത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള BJP നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു.